ഹായ് ഫ്രണ്ട്സ്, നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ പുതിയ താമരത്തോട്ടത്തിൽ ഇങ്ങനെ വന്ന സമയത്ത് ഒരുപാട് ബഡും ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഒരുപാട് സന്തോഷമായിട്ടോ. ഇത് കണ്ടില്ലേ, മുട്ടുകളൊക്കെ നിൽക്കുന്ന എത്ര ഹൈറ്റിലാണോ മുട്ടുകൾ വന്ന് നിൽക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ഒരു സാഹചര്യം ഒത്തു വന്നിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഒരു 5-6 ദിവസം വീട്ടിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം 5 ദിവസത്തിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിലേക്ക് ഇതാ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് മുട്ടുകളായിട്ടിങ്ങനെ താമര പൊട്ടുകളിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമായി. അപ്പം പുതിയ വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിലിപ്പം വിരിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു വെറൈറ്റിയാണ്ടോ ഇത്. എനിക്ക് ഫസ്റ്റ് വിരിഞ്ഞ പൂക്കളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇത് Q201 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പം Q170 അതുപോലെ തന്നെ ബട്ടർ മിൽക്കൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇത് വിരിയുന്ന സമയത്തൊന്നും ഞാനിവിടെ എത്തിപ്പെടാറില്ല. അപ്പോൾ ഇന്നിങ്ങനെ വന്ന സമയത്ത് ഇതാ മുട്ട് വിരിയാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുട്ടു മഴ പെയ്തിട്ട് ഇത് ചാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചൊരു കൈ കൊണ്ട് ഇങ്ങനെ വിരിയിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ വിരിയിച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാവേ. ഇത് വിരിയിച്ചപ്പോൾ ഉള്ള ആ ഒരു ഭംഗി കണ്ടില്ലേ, എന്തോരം പെറ്റൽസുകളാണ് ഇതിനുള്ളത് നോക്കിയാൽ. ഫസ്റ്റ് ഫ്ലവറൊന്നുമല്ല, ഒരു 3-4 ഫ്ലവറൊക്കെ ആയിട്ടുണ്ടാവും. എനിക്കിപ്പോഴാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പെറ്റൽസുകൾ നല്ല ഒരു ചെറിയ ലീഫുകളായ ഒരു പെറ്റൽസായിട്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് കേട്ടോ. അത് Q201 എന്നാണ് ഇതിൻ്റെ പേര്. ഒരു പച്ച കളറാണ്, നല്ല പച്ച കളറാണ് കേട്ടോ. ഇതിപ്പം കുറച്ച് ദിവസമായിട്ട് മുട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയായിരുന്നു തോന്നുന്നു. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന സമയത്താണ് ഇത് വിരിയിപ്പിക്കുന്നത്. ഇത് ഒരു സൈഡിലേക്ക് ചാഞ്ഞ് പോയിട്ടുണ്ട്, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്ക് നേരെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വിരിയിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയിൽ കിട്ടുമായിരുന്നു. ഇനിയും ബഡുകളുണ്ട് കേട്ടോ. അതാ, ആൾ ചാഞ്ഞ് പോയേ.